ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എഫേസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹല്ലേലൂയ. 21-ാം വാക്യത്തിലേക്ക് ഒരു കാണുന്നതിന് കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേന്നാണ് അവിടെ ചിന്തിക്കുന്ന വചനം പറയുന്നത്. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. നമുക്കറിയാം, മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് തീർത്തു തരുവാൻ ഭൂമിയിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ അല്ലെങ്കിൽ നാം നിൽക്കുന്ന പ്രസ്ഥാനങ്ങളൊന്നും ആർക്കും കഴിയണമെന്നില്ല. അതിനെല്ലാം പരിമിതിയുണ്ട് മനുഷ്യ സഹായത്തിനെല്ലാം. എന്നാൽ ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തം പരമായി നമുക്ക് തന്ന് നമ്മെ സഹായിച്ച് നമ്മെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ജീവിതത്തിൽ തളർന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ മനസ്സും അടുത്ത് പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളെ സഹായിപ്പാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് ആവശ്യമായിരുന്നാലും നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ കൈപിടിച്ചുയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് എൽ ഷദായ് എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ ശക്തിയുള്ള ദൈവം എന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ നിറച്ച് കവിഞ്ഞൊഴുകുന്ന ഒരു പാത്രമായി ദൈവം ഉപയോഗപ്പെടുത്തും. ഹല്ലേലൂയ. അതിന് നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അത് ശത്രുവിന് അടയ്ക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആ വാതിൽ ദൈവം നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളെ അനുഗ്രഹങ്ങളുടെ കലവറയാൽ ദൈവം നിറഞ്ഞൊഴുകുന്ന ഒരനുഭവത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളായി വളരെ സാമ്പത്തികമായി ഞെരുങ്ങി ജീവിതത്തിൽ പലവിധമായ ഭാരങ്ങളാൽ കണ്ണുനീരാൽ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പലരോടും സഹായം അപേക്ഷിച്ചിട്ടുണ്ട്, സഹായം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാം നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ഒരു മറുപടി ഇല്ലാതെ വന്നേക്കാം. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ശക്തമായ ദൂത്, നിങ്ങൾ ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തം പരമായി നിങ്ങളെ കവിഞ്ഞൊഴുകുന്ന ഒരു പാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം ഒരുപാട് തകർന്നതാണ്. നിങ്ങൾ ഒരുപാട് മാനസികമായി തകർന്നൊരു വ്യക്തിയാണ്. കടബാധ്യതയിൽ നിൽക്കുന്നയാളാണ്. കുടുംബത്തെക്കുറിച്ച് വളരെ ഭാരമുണ്ട്, മക്കളെക്കുറിച്ച് വളരെ ഭാരമുണ്ട്. ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. എന്നിരുന്നാലും ഹല്ലേലൂയ, ആ ഒരു ചിന്തയിൽ നിങ്ങൾ നിരാശപ്പെട്ടും മനസ്സ് തകർന്നും പോകാതെ നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട് നിങ്ങൾ ചിന്തിക്കണം. ഹല്ലേലൂയ. അപ്പം സർവ്വസൃഷ്ടമായ ദൈവം, സർവജ്ഞാനിയായ ദൈവം നിങ്ങളുടെ സകല ആവശ്യങ്ങളും അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ മനുഷ്യൻ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയണമെന്നില്ല. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നത് സർവശക്തനായ ദൈവമാണ്. അപ്പം അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവൻ നിങ്ങളുടെ വിഷയങ്ങളെ പരിഹരിച്ച് നൽകും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങളെ ഉപയോഗപ്രദമായ ഒരു പാത്രമായി ദൈവം നിങ്ങളെ മാറ്റും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറും. നിങ്ങൾ വായ്പ വാങ്ങിയില്ല, നിങ്ങൾക്ക് അനേകർക്ക് കൊടുക്കാൻ കഴിയും. എന്നോട് പലരും ഇങ്ങനെയുള്ള സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആദ്യകാലങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നത്തേതിൽ അവരുടെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി, ദൈവസന്നിധിയിൽ നമ്മളെ എത്രമാത്രം സമർപ്പിച്ചു കൊടുത്ത് നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നോ അത് മുഖാന്തരം ദൈവം നമ്മെ അനുഗ്രഹിക്കും. പലപ്പോഴും അവിശ്വാസം എന്ന് പറയുന്ന ശക്തി എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. അത് നമ്മെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയല്ല, നമ്മെ നിരാശപ്പെടുത്തും. അങ്ങനെയാണ് ജീവിതങ്ങൾ ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നേക്കത ഞാൻ പറയട്ടെ, നിൻ്റെ ഉള്ളിലെ അവിശ്വാസത്തെ നീക്കി കളഞ്ഞിട്ട് വിശ്വാസത്തിലേക്ക് വരണം. മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞു കാണിച്ചാൽ മനുഷ്യൻ കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞ് പരിഹസിക്കും. എന്നാൽ നാം ദൈവസന്നിധിക്ക് മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നമ്മെ ദൈവം നിറച്ചനുഗ്രഹിക്കുന്നുള്ളത്. ദൈവസന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു വ്യക്തി പോലും നിരാശപ്പെട്ടു പോകേണ്ടി വന്നിട്ടില്ല. അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിന് മക്കളില്ലാതിരുന്നപ്പോൾ ദൈവം ഹല്ലേലൂയ എനിക്കൊരു മകനെ തരികയില്ലേ, എനിക്ക് മക്കളെ തരികയില്ലെന്നൊക്കെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചിന്തകൾ കടന്നു പോയിരിക്കാം. പക്ഷേ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന്.
എങ്കിലും നീണ്ട 25 വർഷം കാത്തിരുന്നിട്ടും അബ്രഹാമിന് സന്തതിയെ കിട്ടാതെ വന്നപ്പോൾ നമ്മുടെ ചിന്തയിൽ കൂടി നോക്കിയാൽ യാദൃശ്യമാക്കാൻ ചിന്തിച്ചാൽ ഒരു അവിശ്വാസം കടന്നു വരാം. ഒരുപക്ഷെ അബ്രഹാമിനും അങ്ങനെയുള്ള ചിന്തകൾ വന്നേക്കാം, ലേറിയ. എന്നാൽ ആ ചിന്ത അബ്രഹാമിൻ്റെ മനസ്സിൽ ഉടലെടുത്തപ്പോൾ ദൈവത്തിന് മറ്റൊരു മറുപടി നൽകി, ലേറിയ. അബ്രഹാമിന് 3 തരത്തിലുള്ള സന്തതികളെ ദൈവം കൊടുത്തു, ലേറിയ, തൻ്റെ അവിശ്വാസം മാറാൻ. എങ്ങനെയാണ് 3 തരത്തിലുള്ള സന്തതികളെ കൊടുത്തത്? ഒന്നാമതായി കടൽക്കരയിലെ ലേറിയ മണൽത്തരി പോലെയുള്ള സന്തതി. ഞാൻ ഈ കരയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അബ്രഹാമിനോട് കടൽക്കര മണൽത്തരി പോലുള്ള സന്തതിയെ കൊടുത്തു കഴിയുമ്പോൾ നാം നടക്കുന്ന നമ്മുടെ കാൽപാദത്തിൻ്റെ കീഴിലെ മണൽത്തരി എത്രയുണ്ടോ നമുക്ക് എണ്ണാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കടൽക്കര മണൽത്തരിയെ പോലെ സന്താനത്തെ നൽകുമെന്ന് പറഞ്ഞപ്പോൾ അതെന്ത് അനുഗ്രഹമാണ്, ഹല്ലേലൂയ. രണ്ടാമതായി ദൈവം പറഞ്ഞത് ഭൂമിയിലെ പൊടി പോലെയുള്ള സന്തതി, ഹല്ലേലൂയ. അപ്പം ഭൂമിയിലെ പൊടി പോലെയുള്ള സന്തതി എന്ന് പറയുന്നതും എങ്ങനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും? അത്രമാത്രം ദൈവം അനുഗ്രഹിക്കും. മൂന്നാമതായി ദൈവം പറഞ്ഞ അനുഗ്രഹം എന്താണ്? അബ്രഹാമിനെ ദൈവം വിളിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് ആകാശത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 4-6 വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും, ഹല്ലേലൂയ. അതോടുകൂടി അനുഗ്രഹങ്ങൾ നിന്നില്ല. വീണ്ടും ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുക, ഹല്ലേലൂയ. വീണ്ടും ദൈവം വാഗ്ദത്തം ചെയ്തു, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കുമെന്ന്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 17-6 കാണും. അപ്പം സകലത്തിനും മേലായി അബ്രഹാം അല്പം പോലും പ്രതീക്ഷിക്കാത്ത ഒരനുഗ്രഹമാണ് ദൈവം കൊടുത്തതെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, അങ്ങൊരു അനുഗ്രഹം ദൈവം നിനക്ക് തന്നാൽ നീ ദൈവത്തിന് നന്ദി പറയൂ, ഹല്ലേലൂയ. ഇന്ന് നിൻ്റെ ഭവനം ശൂന്യമാണ്, നിൻ്റെ കൈ ശൂന്യമാണ്, നിൻ്റെ പേഴ്സ് ശൂന്യമാണ്, നിൻ്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല, ജോലിയില്ലാതെ നീ ഭാരപ്പെടുകയാണ്, സങ്കടപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. എങ്ങനെയാണ്? നീ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരു സമൃദ്ധിയെ തരാൻ ആഗ്രഹിക്കുക. വിശ്വസിങ്ങൾ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന സാത്താനാണ് കേട്ടോ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന സാത്താൻ ഇഷ്ടമില്ല. അവൻ എന്തെങ്കിലും തന്ത്രങ്ങൾ നമുക്ക് നേരെ കൊണ്ടുവന്ന് അവൻ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയാൻ നോക്കും, ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാമിൻ്റെ അനുഗ്രഹം, ആമേൻ, ദൈവം തൻ്റെ ഏകപുത്രനായ യേശുവിനെ അബ്രഹാമിൻ്റെ പുത്രനായി കൊടുത്ത്, ആകയാൽ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞ് മത്തായി 1:1 തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണ്, എത്ര ആഴമേറിയ അനുഗ്രഹങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധികളുടെ നടുവിൽ, ഹല്ലേലൂയ, നീ ഭാരപ്പെടരുത്. എന്നെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ, എനിക്ക് വലിയ കടബാധയാണ്, നിൽക്കാൻ പറ്റത്തില്ല, അതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണം, അതിന് പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വളരെ സ്നേഹത്തോടെ സഹോദരനോട് സംസാരിച്ചു, ഹല്ലേലൂയ. നിങ്ങളുടെ കടങ്ങൾ ദൈവത്തിന് ആമീൻ അത്ര വലുതൊന്നുമല്ല. കാരണം ഭൂമി എൻ്റെ പൂർണ്ണതയും മുഴുവൻ ദൈവത്തിൻ്റെതാണ്. അപ്പം നിങ്ങളുടെ ചെറുതായ കടമായിരുന്നാലും വലിയ കടമായിരുന്നാലും അതിനെ പരിഹരിച്ച് നൽകുവാൻ കർത്താവിന് കഴിയുമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു കേട്ട് വിശ്വസിച്ച് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പ്രാർത്ഥിച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞ് എൻ്റെ പാസ്റ്ററെ കടമെല്ലാം തീർക്കാൻ വേണ്ടി ദൈവം ഒരു വഴി തുറന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാനും ചിന്തിച്ച് ചോദിക്കുന്നതിനും നിരക്കുന്നതിനും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട്. പിന്നെ നമ്മളെന്തിനാണ് ഭാരപ്പെടുന്നത്? അത് ഞാനിന്ന് പകൽ നിങ്ങളെ ഏൽപ്പിക്കുക കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കടബാധയിൽ കടന്നുപോയി പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. ചോദിക്കുന്നതിന് നിരക്കുന്നതിനും അത്യന്തപരമായി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ ജീവിതം വളരെ ഭാരപ്പെട്ടും തകർന്നും കണ്ണുനീരിലും ദുഃഖത്തിലുമാണ്. കർത്താവേ, നന്മകളില്ലാതെ അനുഗ്രഹങ്ങളില്ലാതെ മനസ്സ് തകർന്നവരാ. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഈ ജനത്തിൻ്റെ സകല കഷ്ടതയും മാറി, സങ്കടങ്ങളും മാറി, കർത്താവേ, ജനത്തിന് ഒരാശ്വാസത്തിന് വഴി തുറന്നു കൊടുക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.